നീറ്റ് ജെഇ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ഉറക്കം കെടുത്തുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു വർഷം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധ്യത കൂടുതലാണോ? അതോ ഫ്രഷ് മൈൻഡോടുകൂടെ വലിയ തലവേദനയൊന്നും ഇല്ലാതെ എക്സാം എഴുതാൻ വരുന്ന ഫ്രഷേഴ്സിനാണോ സാധ്യത കൂടുതൽ? വർഷത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ഒരു ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് കൊണ്ട് റിപ്പീറ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഭാഗത്ത് ഫ്രഷ് മൈൻഡോടുകൂടെ നമ്മളെ ഫ്രഷേഴ്സ് ഡോമിനേറ്റ് ചെയ്യാണ്. ആർക്കാണ് എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്? ഡാറ്റകൾ അനലൈസ് ചെയ്യാണ് നമ്മൾ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നിങ്ങളൊരു മോട്ടിവേഷൻ തരിക മാത്രമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ലെറ്റ്സ് ഡൈവ് ഇൻ. നമുക്കാദ്യം റിപ്പീറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അവരെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ സിലബസ് കവറേജിനെ കുറിച്ചാണ്. 80 മുതൽ 100% സിലബസും അവർ കവർ ചെയ്തിട്ടുണ്ടാവും. ബേസിക്സ് ഒക്കെ പക്ക ആയിരിക്കും. അതേപോലെ തന്നെ അവരുടെ എക്സാം സൈക്കോളജി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അവർ എക്സാം എഴുതിയത് കാരണം എക്സാമിനേഷൻ ഹാളിലുള്ള പ്രഷർ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുകൊണ്ടൊക്കെ അവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്കിൽ പോലും അവരെ തളർത്തുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസ്. അതായത് എല്ലാം അറിയാമെന്ന തോന്നൽ. ഒരു കാര്യം പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെയുള്ള തോന്നലാണ്, ഇത് ഓൾറെഡി പഠിച്ചതാണല്ലോ, കഴിഞ്ഞ വർഷം നല്ലോണം നോക്കിയതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നലാണ് ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് വരിക. ഒരു സാധനം പഠിച്ച് അത് ഓർത്തെടുക്കുന്ന സമയത്ത് അത് ഓർക്കലല്ല ശരിക്കുള്ള പഠിത്തം എന്ന് പറയുന്നത്. അതിന് മാസ്റ്ററി ആവുക എന്ന് പറയുന്നത് വേറൊരു തിങ്ങാണ്. അപ്പോൾ പഠിക്കുക, ഓർമ്മപ്പെടുത്തുക എന്നതിലുപരി അതിലൊരു മാസ്റ്ററി ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും ഒരു റിപ്പീറ്റർ എന്ന നിലയിൽ യഥാർത്ഥ ശത്രു നിങ്ങൾ ബാക്കിയുള്ള പിള്ളേരല്ല. അവിടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ വർഷം എക്സാം തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാം പാസ്സായിട്ടില്ലെങ്കിൽ ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ഭയവുമാണ് നിങ്ങളെ യഥാർത്ഥ ശത്രു. ഇനി നമുക്ക് ആദ്യമായിട്ട് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന ഫ്രഷേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാവരും വിചാരിക്കുന്നത് അവർ ഏറ്റവും പിറകിലാണെന്നാ. ഒരിക്കലുമല്ല. അവരുടെ അടുത്തുള്ളൊരു കാര്യമാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. കാരണം അവർ ഈ പറയുന്ന ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ കോച്ചിങ് ചെയ്യുന്നുണ്ട്, ലാബിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത് അവരുടെ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ്. അങ്ങനെ അവരുടെ ഈ ഒരു വർഷം കൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ ഇതൊക്കെ ചെയ്യുമ്പം പോലും അവർക്ക് വലിയൊരു പ്രശ്നം അവരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന എൻട്രൻസ് എക്സാമിൻ്റെ അവസാനത്തെ 3 മാസം അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു റിപ്പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുഴുവനായിട്ടും അവർ എൻട്രൻസ് ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ സാധാ ഒരു ഫ്രഷർ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ഇവർക്ക് വലിയൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ അവസാനത്തെ 3 മാസം ഇവർ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ജയിക്കുക? നാഷണൽ ലെവലിലെ എൻട്രൻസ് റിസൾട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ 50% മുതൽ 60% വരെ അവിടെ അച്ചീവ് ചെയ്യുന്നത് റിപ്പീറ്റേഴ്സാണ്. എങ്കിൽ പോലും എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന ആകെയുള്ള ഫ്രഷേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സക്സസ് റേറ്റ് വളരെ കൂടുതലും കൂടിയാണ്. ഈ പറഞ്ഞ ഏത് ഗ്രൂപ്പുകളിലാണെങ്കിലും നമ്മളെ വിജയം നിർണ്ണയിക്കുന്നത് 3 കാര്യങ്ങളിലാണ്. ഒന്നാമത്തത് എറർ കറക്ഷൻ, രണ്ടാമത്തത് ടൈം മാനേജ്മെൻറ്റ്, മൂന്നാമത്തത് മെൻ്റൽ സ്റ്റാമിന. ഇത് 3 കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ എറർ കറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ ഒരു എക്സാം എഴുതിയിട്ട് അതിൽ എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ട് അടുത്ത എക്സാമിന് പോകുന്ന സമയത്ത് അതൊന്ന് നല്ല പോലെ ക്ലിയറായിട്ട് ശരിയാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് സാധ്യമാവും. രണ്ടാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ടൈം മാനേജ്മെൻറ്റ് എന്നാൽ കുറേ സമയം പഠിക്കുക എന്നുള്ളതല്ല, കിട്ടുന്ന സമയം കൂടുതൽ മാർക്ക് കിട്ടുന്ന രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ സബ്ജക്റ്റിനും ഒരേ വെയിറ്റേജ് കൊടുക്കാതെ ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് അതിന് കൂടുതൽ സമയം കൊടുത്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾക്ക് അത്രയും സമയം കുറവ് കൊടുത്തിട്ട് അതൊക്കെ മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെയാണ് നമ്മുടെ മെൻ്റൽ സ്റ്റാമിന എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫ്രഷർ ആകുന്ന സമയത്ത് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുഴപ്പമില്ല, ഈ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ലാസ്റ്റ് എക്സാമിനോട് അടുപ്പിച്ച് പഠിക്കാം എന്നുള്ള ചിന്ത ഒഴിവാക്കുകയും അത് മടുപ്പ് ഒഴിവാക്കുകയും, കൂടാതെ ഈ പറയുന്ന റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും പഠിക്കുമ്പോൾ ഒരു മടിയും വരാതെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തുടങ്ങാം, ഒരു ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവുകയും ചെയ്യാം. ഇതാണ് നമ്മൾ മെൻ്റൽ സ്റ്റാമിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ജയിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം?
ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ ആ സിലബസ് 100% ഫിനിഷ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ എടുത്തു നോക്കി അതിൻ്റെ അകത്ത് ഹൈൽഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കി അതാദ്യം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിനെയൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം ആയിട്ട്, അതായത് എൻട്രൻസ് മോഡൽ എക്സാം ആയിട്ട് നിങ്ങൾ കരുതിയിട്ട് അതിനെ അങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങൾ കൊടുക്കുക. ഇനിയിപ്പോൾ റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് ഫ്രം ദ ബോട്ടം സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഓരോ കാര്യങ്ങളും ബേസിക്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് കയറി വരിക. എക്സാംസ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ചെറിയ ക്വസ്റ്റ്യൻസുകൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അവസാനമായിട്ട് ഒന്ന് ഓർക്കുക, ഈ പറഞ്ഞ എൻട്രൻസ് വിജയം എന്ന് പറയുന്നത് ഒരിക്കലും റിപ്പീറ്റർ ആണോ അല്ലെങ്കിൽ ഫ്രഷർ ആണോ എന്നുള്ള ലേബലിലല്ല ഉള്ളത്. ആരാണോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവർക്കുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ നമ്മളെ കയ്യിലായിരിക്കണം വിജയം എന്ന് പറയുന്നത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും പഠിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ റൈസ് നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബൈ.